മാക്ട ഫെഡറേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അവിടെ തൃശ്ശൂർ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ തന്നെ സിനിമയിലോട്ട് കൊണ്ടുവന്നൊരു നടൻ, ഇന്നയാൾ വലിയ നടനാണ്. അയാളൊരു കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു കംപ്ലയിൻറ്റ് വന്നപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞത്, ആ നടനെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോടുള്ള ബന്ധം വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും വലിയ നടനല്ല സാർ, ഇത്രയും എനിക്ക് ക്വാളിറ്റി ഇല്ലേ മറ്റേ ഇല്ലേ, ഞാൻ ഇങ്ങനെ ആ കോസ്റ്റ്യൂം അസിസ്റ്റൻറ്റിനോട് മോശമായിട്ട് പെരുമാറി, അല്ല ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. ഞാനന്ന് പറഞ്ഞത്, ആ യൂണിറ്റ് മുഴുവൻ വിളിച്ചു കൂട്ടി നീ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ ഞങ്ങൾക്ക് നിനക്കെതിരായിട്ട് നിൽക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞു. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ സംവിധായകൻ, തിരിച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്, ആ സംവിധായകൻ തിലകൻ ചേട്ടൻ്റെ തന്തയ്ക്ക് വിളിച്ചു. തിലകൻ ചേട്ടൻ്റെ എന്തോ ശുണ്ഠി കണ്ടായിരിക്കാം, പുള്ളിക്ക് കൺട്രോൾ പോയി തന്തയ്ക്ക് വിളിച്ചു. എന്നോടന്ന് വിളിച്ചു പറയുന്നത് എൻ്റെ സുഹൃത്തായപ്പോഴത്തെ നടൻ നമ്മുടെ സാധിക്കാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ. ഞാൻ വിളിച്ചു പറഞ്ഞു, തിലകൻ ചേട്ടനെ വിളിച്ച് സമാധാനിപ്പിച്ചു. ഞാൻ ആ സംവിധായകനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും സീനിയറായി നടൻ എന്ത് ശുണ്ഠി കാണിച്ചാലും നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, മാപ്പ് പറയണമെന്ന് പറഞ്ഞു. ആ സംവിധായകൻ്റെ വാശി ഇപ്പോഴും ഉണ്ട് എന്നോട് കാര്യത്തിൽ. അദ്ദേഹം ഇന്ന് വലിയ സംഘടനയുടെയൊക്കെ വലിയ ഗവൺമെൻറ് തലപ്പത്തുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ളൊരു സംഘടനയാണ് ഇവർ അന്ന് തകർത്തത്, 2 വർഷം തികയുന്നതിന് മുമ്പ് തകർത്തത്. ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ ന്യൂസ് വന്നുകൊണ്ടാണ് ഇത് വീണ്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് തോന്നിയത്. തീർച്ചയായിട്ടും ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോൾ ബോധ്യമാകുന്നു. കാരണം അതിനകത്തെ 15 അംഗ പവർ ഗ്രൂപ്പാണ് അതിന് കാരണം. ഞാനൊരു കാര്യം പറയുന്നു, ബഹുമാനപ്പെട്ട മന്ത്രി കോൺക്ലേവ് വിളിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ 15 അംഗ പവർ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ഒരിക്കലും പറയത്തില്ല, അതിനൊരു കാര്യമില്ല, ചുമ്മാ പറയാന്ന് പറയത്തില്ലേ, തെളിവില്ലല്ലോ. ആധികാരികമായ കാര്യങ്ങളെ നമ്മൾ പറയാവുള്ളൂ. നിങ്ങൾക്കും അറിയാം, അപ്പൊ പിന്നെ ഞാനത് പറയേണ്ട കാര്യമില്ല. ഇല്ല, ആ പേരുകൾ ഞാൻ പറയുന്നില്ല. അല്ല, അന്ന് അത് നിങ്ങൾക്കറിയാം, ആരുടെയും പേര് ഞാൻ പറയുന്നില്ല. അതായത് ഈ പറയുന്ന സരോവരത്തിൽ 2008 ആവേശപൂർവ്വം പ്രസംഗിച്ച ഈ സംഘടന തകർത്തുകൊണ്ട് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നൊരു സംഘടന മതി മലയാള സിനിമയ്ക്കെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഇന്നത്തെ മന്ത്രി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് പറയാനുള്ളത്, മന്ത്രി എന്നേ പറയുന്നുള്ളൂ, സംസ്ഥാന മന്ത്രി ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് പറയാനുള്ളത്, ഈ കോൺക്ലേവ് നടത്തുമ്പോൾ അതിൻ്റെ മുന്നിലും ഈ 15 അംഗ പവർ ഗ്രൂപ്പാണെങ്കിൽ ബഹുമാന്യായ സജി ചെറിയാൻ വലിയ പ്രതിഷേധം ഉണ്ടാകും. ഇതുവരെ ഞാൻ വിട്ടുനിന്ന് നിങ്ങളെല്ലാം കൂടി എന്നെ ഇല്ലാതാക്കാനായിട്ട് ഫുൾ സപ്പോർട്ട്, ഞാൻ ഇവിടുത്തെ സർക്കാർ ഉൾപ്പെടെ എനിക്കെതിരെ ഇത്രയും വലിയ വിലക്ക് വന്നിട്ട് സുപ്രീം കോടതി വരുന്നിടം വരെ ഇവർക്കാർക്കും അറിയില്ലല്ലോ. അന്ന് ബഹുമാന്യനായ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി എടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കാര്യമല്ല പറഞ്ഞത്, തിലകൻ ചേട്ടനെ സീരിയൽ പോലും ചെയ്യാൻ അനുവദിക്കുന്നില്ല, അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, സമയമായില്ല വിനയാന്ന് പറഞ്ഞു. ഞാൻ ഇടപെടാം, സമയമായില്ല. പക്ഷെ സമയമായപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അത്തരം രീതിയിൽ ഒത്തിരി ദ്രോഹിച്ചിട്ടുള്ള അവസ്ഥയിൽ അതൊക്കെ വിട്ടുകൊണ്ട് പുതിയ സംഘടന, പുതിയ സിനിമ പോകട്ടെ, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു, ഒറ്റയ്ക്ക് നിന്നാലും ഫൈറ്റ് ചെയ്യും. ഈ കോൺക്ലേവ് നടത്താനായിട്ട് ഈ പറയുന്ന 15 അംഗ പവർ ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ മുന്നിലിരിക്കുന്നതെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകും. ഹേമ കമ്മീഷൻ പറയാത്ത പേര് ഞാൻ പറഞ്ഞ് കുളവാക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതാണ് ഇപ്പം ഞാൻ പറഞ്ഞാൽ, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾക്കറിയാം 10, 15, 20 വർഷമായിട്ട് ഇവരെ എതിർക്കുന്ന ഒരു സംവിധായകൻ. എൻ്റെ വായിന്നത് വന്നിട്ട് അവർക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ മറുപടി എന്തായിരിക്കും കൗണ്ടർ വരുന്നതെന്ന്. ഇയാളിത് പറയും, ഇയാൾ ഞങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത് വേറെ രീതിയിൽ ഇപ്പം ഇത്രയും നിങ്ങളുടെ മുന്നിൽ വന്നല്ലോ, വരും. എനിക്ക് ഇക്കാര്യത്തിൽ ഞാനൊന്ന് തുറന്നു പറയുന്നു, ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രകാരമുള്ള നടപടി ഉണ്ടാകണം, ചർച്ചകൾ വേണം. ആ ചർച്ചകൾക്ക് മുന്നിലും അദ്ദേഹത്തിനറിയാമല്ലോ, ബഹുമാന്യായ സജി ചെറിയാൻ അറിയാതിരിക്കുമല്ലോ ഈ 15 അംഗ പവർ ഗ്രൂപ്പ്. അദ്ദേഹം അത് വായിച്ചിട്ടില്ലെന്നാണ് ഇന്നലെ പറയുന്നത് കേട്ട്. വായിച്ചിട്ടില്ല, അദ്ദേഹത്തോട് ഞാൻ പറയുന്നത്, ബഹുമാന്യായ AK ബാലൻ മിനിസ്റ്റർ എന്ന് വിളിച്ച് ചോദിക്കണം, അദ്ദേഹം വായിച്ചെന്ന് പറയുന്നത് കേട്ടു. അദ്ദേഹമാണല്ലോ ഇത് കൈപ്പറ്റിയത്. അദ്ദേഹം പറഞ്ഞു തരും ഈ പേരാരൊക്കെയാണെന്ന്. ആ പേരുകാരെ വെച്ചുകൊണ്ട് ഒരിക്കലും മലയാള സിനിമ പുനരുദ്ധരിക്കാൻ, ഞങ്ങളെയൊക്കെ നന്നാക്കാൻ ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ
ബഹുമാന്യായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളൂ. നമസ്കാരം. സാറ് അതോടൊപ്പം തന്നെ സാറ് ഈ സംഘടനയുടെ തലപ്പത്തിരുന്ന ഒരാളാണ് മാക്ടയുടെ. അപ്പോൾ സാറിൻ്റെ കാലഘട്ടത്തിൽ ഈ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അധിക്ഷേപവും ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ആരോപണം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ മാക്ട ഫെഡറേഷനിൽ വന്നിരിക്കുന്ന ചെറിയ ആരോപണങ്ങൾ ചില ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പെൺകുട്ടികൾക്കെതിരെയായിരുന്നു. അതിന് ശക്തമായ നടപടിയെടുത്തു. തീർച്ചയായും. അല്ല, നടിമാർക്കെതിരെ ഇല്ല, അങ്ങനെ അത് വരാനായിട്ട് ഞങ്ങൾ ടെക്നീഷ്യന്മാരുടെ സംഘടനയാണല്ലോ. സത്യത്തിൽ അത് നോക്കേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതൊക്കെ താരസംഘടനയാണ്. ഞാനൊന്ന് തുറന്നു പറയാം, മലയാള സിനിമയിൽ ഒത്തിരി സംഘടനകളുണ്ട്. എല്ലാം വലിയ ശക്തമാണ്, വലിയ ഫണ്ടുള്ളവരാണ്. ഈ സംഘടനകൾ ശക്തമായിട്ട് നിലപാടെടുത്താലേ ഈ ഇൻഡസ്ട്രി, ഇപ്പോൾ കേസോ അല്ലെ മറ്റുള്ള കണക്കല്ലല്ലോ, ഇൻഡസ്ട്രി മുന്നോട്ട് പോകണം. മലയാള സിനിമ കോടികൾ ഈ സംസ്ഥാനത്തിന് നൽകുന്ന ഒന്നാണ്. എൻ്റെയൊക്കെ ചോറാണ് മലയാള സിനിമ. ഞാൻ പിന്നെ ഫൈറ്റ് ചെയ്തതിൻ്റെ വ്യക്തിത്വമായിരുന്നു. ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ട് കീഴടങ്ങുന്നില്ല. പാലാരിവട്ടത്ത് തട്ടുകട കിട്ടാലും ഞാൻ ജീവിക്കുമെന്ന് ഞാൻ പറയാൻ കാര്യം അതിൻ്റെ എൻ്റെ ഒരു നിലപാടായിരുന്നു. പക്ഷേ ഒത്തിരി പാവപ്പെട്ടവർ 1 ലക്ഷത്തോളം പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും വർക്ക് ചെയ്യുന്ന ഈ മേഖല തകർക്കരുത്. അതിന് ശക്തമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകണം. സംവിധായകർക്ക് നടിമാർ വഴങ്ങണമെന്നുള്ളതായിരുന്നു പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് സാറിൻ്റെ കാലത്തും അതൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ബഹുമാനിയ ശാരദ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാര്യത്തിൽ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. പ്ലീസ് എനിക്ക് പറയാനുള്ള എല്ലാം പറഞ്ഞു. ഒരു ക്ലൂവും ഞാൻ പ്ലീസ് അടുത്ത വിലക്കാവും. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടൊരു പടം, അത്രയും നല്ലൊരു പടം വന്നിട്ട് പുതിയൊരു പടം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അവരെൻ്റെ പുറകിലുണ്ട്, അത് നിങ്ങൾക്കറിയാമോ? സിനിമാ മേഖലയിൽ ഈ റിപ്പോർട്ട് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, പഴയതുപോലെ തെമ്മാടിത്തരം കാണിക്കാനുള്ള ആ ഒരു ബലം കുറച്ച് കുറയും. അതുതന്നെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ കാരണം ഈ പവർ ഗ്രൂപ്പ് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാം കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സാർ വിശ്വസിക്കുന്നത്. അതങ്ങ് പള്ളി പറഞ്ഞു, എനിക്കതൊന്നും അറിയാൻ മേലോ.